പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ്. ചൊവ്വ 2025 സെപ്റ്റംബർ 13 അതായത് 1201 ചിങ്ങമാസം 28 തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ സുഖക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി. ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ. ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും. അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ളൊരു വാസനയുണ്ടാകും. അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന്. പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള ദിഗ്രഹയോഗം വലിയ അപകടമാണ്. ഗോപോ മല്ലോദക്ഷ പരയുവതിരഥ ദ്യൂതഗത്സാസുരേഢ്യേ. അസുരേഢ്യനോടുകൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും. പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾക്ക്. മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ്. അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാകും. പരയുവതിരഥ അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും. ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീ കാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക, സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക, അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക. ചൊവ്വ സാഹസികനാണ്, എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ കാമുകിക്ക് വേണ്ടി. ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും, ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും. ദ്യൂതകൃത് അയാൾ ദ്യൂതത്തിൽ താല്പര്യം കാണിക്കും. ദ്യൂതം എന്നാൽ പഴയകാലത്ത് എന്താണ്? പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂതം. അപ്രകാരം മറ്റൊരു വിഷയം എന്താണ്? നമുക്ക് ചീട്ടുകളി മുതലായ ഗാംബ്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടമായി എടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്. അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദിഗ്രഹയോഗം കാണുന്നുണ്ട്. ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് 45 ദിനങ്ങളാണ്. 2025 സെപ്റ്റംബർ 13 മുതൽ ഒക്ടോബർ 27 വരെയുള്ള 45 ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത്. പിന്നെ ചൊവ്വ എവിടെ എത്തി? വൃശ്ചികത്തിലെത്തി, ധനുവിലെത്തി, മകരത്തിലെത്തി. ചൊവ്വ ബലവാനാവുകയാണ്. ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. കന്നിരാശിയിലും നല്ല ഗുണമല്ല. പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ്. കന്നി ഫെമിനൈൻ സ്ത്രീ രാശിയാണ്. അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളാണ്. പക്ഷെ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ, ഷൺമുഖനെ, വേലായുധനെ തന്നെ ചിന്തിക്കണം. ഓം ഭജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം. ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ്. ചൊവ്വ നല്ലൊരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ. അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വക്ക് ധാരാളം കഴിവുകളുണ്ട്. ഈ ഒരു ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ്, ഇതിലൊക്കെ ധാരാളം ഓട്ടം, ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രദാനം ചെയ്യും. ചൊവ്വ ഊർജമാണ്, സത്വമാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ 45 ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർ ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. കർക്കിടകം രാശിക്കാർക്ക് ചൊവ്വ 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ഒന്ന് അവരുടെ തൊഴിലാണ്, കർമ്മമാണ്. മറ്റൊന്ന് അവരുടെ ബുദ്ധിയാണ്, സന്താനമാണ്. അതിനാൽ ഈ ചൊവ്വ തൻ്റെ 4-ാം ഭാവമായ സുക്ഷേത്രത്തിലേക്ക് വന്നത് എപ്രകാരം കർക്കിടക രാശിക്കാരെ ബാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. 4-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ്.
4-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ലതല്ല. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ വിഗതം സുഖം യസ്യ സഹ. തനിക്ക് സുഖം കുറയും. പീഡിതം മാനസം യസ്യ സഹ. മനസ്സിനെപ്പോഴും പീഡയുണ്ടാകും. മനപ്പീഡ അയാൾ അനുഭവിക്കും. പ്രത്യേകിച്ച് 4-ാം ഭാവം എന്താണ്? തൻ്റെ വീടാണ്, തൻ്റെ അമ്മയാണ്, അമ്മാമനാണ്, സുഹൃത്തുക്കളാണ്, തൻ്റെ ഭൂമിയാണ്, തൻ്റെ കൃഷിഭൂമിയാണ്, തൻ്റെ ഗൃഹമാണ്, എല്ലാതരം സുഖമാണ് 4-ാം ഭാവം. അതിനാൽ ഈ പാപഗ്രഹമായി ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ഭൂമിപരമായ വിവാദങ്ങളുണ്ടാകും. തർക്കങ്ങൾ വരും അമ്മയുമായിട്ട്, അമ്മാമന്മാരുമായി, അനന്തരവന്മാരുമായി ഭൂമി വിവാദങ്ങളുണ്ടായി വലിയ തടസ്സങ്ങൾ വരും. കർമ്മമേഖലയിൽ ശീത യുദ്ധം, മത്സരബുദ്ധി വരും. അതിനാൽ തനിക്ക് ധാരാളം സൗഹൃദങ്ങൾക്ക് പകരം ശത്രുക്കളാണ് ഉണ്ടാവുക 4-ൽ ചൊവ്വ വരുമ്പോൾ. മേൽപ്പറഞ്ഞ എല്ലാ ഭാവങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതിന് പുറമെ 4-ാം ഭാവത്തിൽ വരുന്ന ചൊവ്വ ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യഥാ ഭൂസുത സംഭവേ തുര്യഭാവേ തഥാഗ്രഹ കിം സ്വാനുകൂല ജനാന. 4-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ എപ്രകാരമാണ് മറ്റ് ഗ്രഹങ്ങൾ ഇയാൾക്ക് സപ്പോർട്ടായി നിൽക്കുകയില്ല. അത്ര ദോഷമാണ് 4-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ. സുഹൃത്ത് വർഗ സൗഖ്യം ന കിഞ്ചിത് വിചിന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ സൗഹൃദങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനാൽ പെട്ടെന്ന് തന്നെ കർമ്മമേഖല ഒന്നിച്ച് നിൽക്കുന്നവർ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഈ 45 ദിവസം തമ്മിൽ തെറ്റിപ്പോകും. കൃപാ വസ്ത്രഭൂമിയിൽ ലഭേദ ക്ഷമാപാൽ. അങ്ങനെ ഒരു നല്ല ഫലമുണ്ട്. രാജാവ് തനിക്ക് അധികാരം തരും. കൃപ, കടാക്ഷങ്ങൾ ലഭിക്കും തൻ്റെ ബോസിൻ്റെ അടുത്ത്, അധികാരികളുടെ അടുത്ത് നിന്ന്. വസ്ത്രം ലഭിക്കും. മാന്യമായ പദവിയാണ് വസ്ത്രം, അധികാരത്തെ സൂചിപ്പിക്കുന്ന വസ്ത്രം. ഭൂമി ലഭിക്കും. തനിക്ക് നല്ലൊരു ഇരിപ്പിടം കിട്ടും. ഈ സമയത്ത് നിർബന്ധമായും കർക്കിടക രാശിക്കാർക്ക് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി ലാഭത്തിന് വേണ്ടി ഭൂമിപരമായ വിഷയങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലണം. ഗൃഹനിർമ്മാണമാകാം, ഭൂമിയാകാം. ഭൂമി വിൽക്കേണ്ടുന്ന ഭൂമിയാണെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുക. ഡെയിലി ഓം വരാഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുമ്പോൾ ഭൂമി സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകും. വിറ്റുപോകാൻ ഏറ്റവും നല്ലതാണ് 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് 4-ാം ഭാവാധിപനായ ശുക്രൻ നീചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പെട്ടെന്ന് ഭൂമി വിഷയത്തിന് ഒരു തീരുമാനമുണ്ടാക്കാൻ നല്ലതാണ്. ഓം വരാഹമൂർത്തയെ നമഃ. അപ്രകാരം തന്നെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കാണുക. എല്ലാം അനുകൂലമായി വരട്ടെ കർക്കിടകം രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു പുറമെ മക്കൾക്ക് വിദേശയാത്രാ പഠനം, മക്കൾ യാത്ര ചെയ്യാൻ നല്ല സമയമാണ്. അവർക്കൊരു യാത്രാ വിഷയത്തിന് അനുകൂലമായിട്ട് ഉള്ള സമയം വരുന്നുണ്ട്. അവർ അതിനും ശ്രമിക്കട്ടെ. നന്ദി, നമസ്കാരം.